കഴിഞ്ഞ 5 വർഷം ബീഹാറിലെ NDA മുന്നണിയിൽ കടുത്ത അവഗണനയാണ് JDUവും നിതീഷ് കുമാറും നേരിട്ടത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിന്ന് ജയിച്ച 12 സീറ്റുകളാണ് NDAക്ക് JDUവിന്റെ ശക്തി തിരിച്ചറിയാൻ കാരണമായ ഘടകം. ഇതിന് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും JDU കരുത്തു കാട്ടിയിരുന്നു. 85 സീറ്റിലാണ് JDU വിജയിച്ചത്. BJP 89 സീറ്റിലും ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി 19 സീറ്റിലും വിജയിച്ചു. ഇതോടെ മന്ത്രിസഭാ രൂപീകരണമാണ് തൃശങ്കുവിലായിരിക്കുന്നത്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 28 സിറ്റിംഗ് സീറ്റുകൾ കൈവിട്ട് JDU 43 സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. നിതീഷ് കുമാറിന്റെ പിന്തുണയില്ലെങ്കിൽ സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവിൽ BJP മുഖ്യമന്ത്രിയാകുവാൻ നിതീഷിനെ ക്ഷണിച്ചു. പിന്നീടുള്ള വർഷങ്ങളിൽ മുഖ്യമന്ത്രി നിതീഷിനും മുകളിൽ BJP വളർന്നു. ഇതോടെ JDU NDA വിട്ട് ഇന്ത്യ മുന്നണിക്ക് കൈകൊടുത്തു. മാസങ്ങളുടെ ഇടവേളകളിൽ തിരികെ NDAക്കൊപ്പം തന്നെ നിതീഷ് ചേരുകയായിരുന്നു. ഇക്കുറി കൈവിട്ട സിറ്റിംഗ് സീറ്റുകൾ ഒന്നൊന്നായി JDU പിടിച്ചെടുത്തതോടെ BJPയുടെ സ്വപ്നങ്ങൾ കൂടിയാണ് കരിഞ്ഞു വീണത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 43 സീറ്റാണ് ലഭിച്ചതെങ്കിൽ 12 പേരെ മന്ത്രിയാക്കുവാൻ നിതീഷിന് സാധിച്ചു. 74 സീറ്റ് ലഭിച്ച BJP 22 പേരെ മന്ത്രിക്കുപ്പായം അണിയിച്ചു. ഇക്കുറി മന്ത്രിസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഹിതത്തിൽ ഒപ്പത്തിനൊപ്പമായിരുന്നു JDUവും BJPയും. ഇരുകൂട്ടരും 101 സീറ്റുകളിൽ വീതം മത്സരിച്ചു. ഫലം വന്നപ്പോൾ BJPയും JDUവും യഥാക്രമം 89-85 സീറ്റുകളിൽ വിജയിച്ചു. മന്ത്രിസഭാ രൂപീകരണത്തിൽ കഴിഞ്ഞ തവണത്തേതുപോലെ ഒതുക്കണ്ട എന്ന മുന്നറിയിപ്പ് നൽകുന്ന JDU BJPക്കൊപ്പം തുല്യമായ സ്ഥാനമാണ് ആവശ്യപ്പെടുന്നത്. കണക്ക് പ്രകാരം JDUവിന് 16 മന്ത്രിസ്ഥാനവും BJPക്ക് 17 മന്ത്രിസ്ഥാനവും ലഭിച്ചേക്കും. 2 പേരെ LJPക്ക് കൂടി നൽകി സമവായത്തിനാണ് നീക്കം നടക്കുന്നത്. ഇവിടെ BJPക്ക് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 5-6 മന്ത്രിസ്ഥാനം നഷ്ടമാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണത്തേതിനെ അപേക്ഷിച്ച് കൂടുതൽ സീറ്റ് കിട്ടിയപ്പോൾ കയ്യിലിരുന്ന 6 മന്ത്രി കസേരകളാണ് BJPക്ക് കൈവിടേണ്ടി വന്നത്. JDU കുറഞ്ഞത് 50 സീറ്റിൽ ജയിക്കുകയുള്ളൂ എന്നും ഉപമുഖ്യമന്ത്രി പദവി അടക്കം കൈപ്പിടിയിൽ ഒതുക്കാമെന്നും BJP മോഹം കൂടിയാണ് കരിഞ്ഞു വീണത്. എന്തായാലും ബീഹാറിലെ NDA മന്ത്രിസഭയുടെ അവസാന യോഗം തലസ്ഥാനത്ത് ചേർന്നു കഴിഞ്ഞു. നിതീഷ് കുമാറും മറ്റു മന്ത്രിമാരും ഗവർണർക്ക് രാജിക്കത്ത് കൈമാറി പുറത്തേക്ക് പോവുകയും ചെയ്യും. വൈകാതെ തിരിച്ചെത്തുന്ന നിതീഷ് കുമാർ 10ാം തവണയും മുഖ്യമന്ത്രി ആകുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കും. തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ മന്ത്രിസഭ അധികാരത്തിലെത്തുമ്പോൾ BJP കയ്യിൽ വെച്ച് അനുഭവിച്ച 6 സുപ്രധാന വകുപ്പുകളാണ് നിതീഷ് കുമാറിന് അടിയറവ് വെക്കേണ്ടി വരുന്നത്. ഇതിനു പുറമെ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് കൂടി 2 മന്ത്രിസ്ഥാനം നൽകേണ്ടി വരും. ഇത് ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് പോകുന്നതെന്ന് വ്യക്തമല്ല. ഇതും BJPയുടെ പെടലിക്ക് തന്നെ നിതീഷ് കുമാർ വെക്കുകയാണെങ്കിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതുകൊണ്ട് ഒരു ഗുണവും BJPക്ക് ലഭിക്കാൻ സാധ്യത കാണുന്നില്ല. ചിരാഗിന്റെ പാർട്ടിയോടുള്ള വൈരാഗ്യം ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന നിതീഷ് കുമാർ അവസരം കൃത്യമായി വിനിയോഗിക്കുകയാണെങ്കിൽ അത് BJPക്ക് ഇരട്ടി ജോലി സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. 2020 ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി NDA വിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചത് പോലും BJPയുടെ മൗനാനുവാദത്തോടെയായിരുന്നു. അന്ന് ചിരാഗിന്റെ പാർട്ടി BJPക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്താതെ കൃത്യമായി JDUവിന്റെ സ്ഥാനാർത്ഥികളുടെ സീറ്റുകളിൽ മാത്രമാണ് മത്സരിച്ചത്. ഒരേ ഒരു സീറ്റിലെ LJPക്ക് ജയിക്കാനായുള്ളൂവെങ്കിലും JDUവിനെ 43 സീറ്റിലേക്ക് ഒതുക്കുന്നതിൽ ചിരാഗ് വിജയം കണ്ടു. ഇക്കുറി ഒരു സീറ്റിൽ നിന്ന് 19ലേക്ക് കുതിച്ചു ചാടിയ LJP JDUവിന്റെ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചുവെന്നതും വസ്തുതയാണ്.